നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കഥയൊന്നും പറയുന്നില്ല. ഇന്ന് കലയരങ്ങല്ലേ. ഇന്ന് ഞാനിപ്പോൾ 2-3 ആഴ്ചയായിട്ട് കവിതകളായിട്ടും സമസ്യയായിട്ടും, കഴിഞ്ഞ ആഴ്ച ഞാനൊരു പള്ളി നീരാട്ടൊക്കെ ഒരു കവിതയൊക്കെയാണല്ലോ ചൊല്ലിയത്. ഇന്ന് ഞാനൊരു പാചകക്കുറിപ്പാണ്. ഈ പാചകം ഞാനുണ്ടാക്കാറൊന്നുമില്ല. അവിചാരിതമായിട്ടൊരു ദിവസം ഉണ്ടാക്കി തരക്കേടില്ല എന്ന് തോന്നി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അതിൻ്റെ റെസിപ്പി, ആ പലഹാരം, അതൊരു പലഹാരമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം, വൈകുന്നേരം 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എടുക്കാം. അല്ല, ഇനിയിപ്പോൾ ഒരു ദിവസം അത്താഴത്തിനും ഒന്ന് എടുത്തു വെച്ചിട്ട് തെറ്റൊന്നുമില്ല. നമുക്ക് പാചക കഥയിലേക്ക് പോകാം. ഈ പാചകം കഥകളതി സാഗരം ആണെന്നുണ്ടെങ്കിലും എറണാകുളം ജില്ലാ വനിതാ വേദിക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രോഗ്രാം ഞാൻ എൻ്റെ കുടുംബ ചാനലിന് കൊടുക്കാറുണ്ട്, ആ ഗ്രൂപ്പിന് കൊടുക്കാറുണ്ട്, യൂട്യൂബിൽ ഇടാറുണ്ട്. ധാരാളം പേര് എനിക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന നിങ്ങളും നിങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് ഈ റെസിപ്പി, ഈ പാചകം പറഞ്ഞു കൊടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ ഞാൻ പാചകത്തിലേക്ക് വരുന്നു. ഇതിന് വേണ്ടതായ സാധനം, ഇത് ഒരു തരം പുട്ടാണ്. പുട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രകാരമുണ്ടല്ലോ. പുട്ടും കടലയും പുട്ടും പഴവും പുട്ടും പപ്പടവും പുട്ടും പയറും മുളകും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു വിട്ടാറുണ്ടല്ലോ രാവിലെയൊക്കെ. അപ്പോൾ ഇത് പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ ഞാൻ വയ്ക്കുന്നത് 2 പഴം വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പുട്ടിനാണ് പ്രത്യേകത. ഇതിന് വേണ്ടതായ റെസിപ്പി, സാധാരണ പുട്ടിൻ്റെ പൊടി, തേങ്ങ ചിരണ്ടിയത്, അത്രേ വേണ്ടൂ. പഴം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകും. ഇത് കൂടാതെ ഈ പുട്ടിൻ്റെ പൊടിയിൽ ഒരു സൂത്രം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് ഞാൻ കരുതി വെച്ചതാണ് ഒരു പഴുത്ത കപ്പളങ്ങ നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ ധാരാളമായിട്ടുണ്ടാകുമല്ലോ. പല കറികളൊക്കെ വയ്ക്കാറുണ്ട് അതുകൊണ്ട്. പക്ഷേ ഈ പഴുത്ത കപ്പളങ്ങ കൊണ്ട് ഞാൻ കപ്പളങ്ങ കൂടി ചേർത്തിട്ടുള്ള ഒരു മധുരപ്പുട്ടാണെന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ബേസണിലേക്ക് നമുക്ക് ആവശ്യമുള്ള പുട്ടിൻ്റെ പൊടി എടുക്കുക. പഴുത്ത കപ്പളങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ളത്, നല്ലതുപോലെ അതിൻ്റെ അടിവശം നല്ല പാകമായിട്ടില്ലെങ്കിൽ അതങ്ങോട്ട് മേൽഭാഗം മാത്രം അങ്ങോട്ട് ചെത്തിയിടുക, ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇടുക. അങ്ങനെ ഒരു 5-6 കഷ്ണത്തിൻ്റെ ഒരു ഞാൻ ചിരട്ടപ്പുട്ടാണെന്നുണ്ടാക്കിയത്. ഒരു ചിരട്ടപ്പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ 6 കഷ്ണം, സാധാരണ മത്തങ്ങയൊക്കെ സാമ്പാറിന് കൊടുക്കണ പോലത്തെ കഷ്ണത്തിൻ്റെ മേൽഭാഗം അങ്ങോട്ട് ഇട്ടു. ലേശം ഉപ്പിട്ടു. അതിൻ്റെ കൂടെ അല്പം ചുക്കും ജീരകവും വറുത്ത് പൊടിച്ച് വെച്ചേക്കണം പൊടിയിട്ടു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏതൊരു മധുരത്തിൻ്റെ കൂടെ ചുക്കും ജീരകവും കൂടി ചെന്നാൽ ഒരു പ്രത്യേക സ്വാദാണ്. ശർക്കര വരട്ടിക്ക് മധുരം മാത്രമാണോ? വേറെ ഇല്ലേ ഒരു സ്വാദ്? അതുപോലെ നമ്മൾ അടയുണ്ടാക്കുകയാണെങ്കിൽ ആ ശർക്കരയുടെ കൂടെ തേങ്ങയുടെ കൂടെയൊക്കെ നമ്മൾ ആ മിശ്രിതത്തിൻ്റെ കൂടെ ഇത്തിരി ചുക്കും ജീരകവും പൊടിച്ചത് ഇടുമ്പോൾ 2 ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചതാണെങ്കിൽ വിശേഷമായി, സുഖമായി, പറയാൻ വേണ്ട. അതുകൂടെ ആവുമ്പോൾ ഒരു പ്രത്യേക സ്വാദില്ലേ. എന്ന പോലെ ഈ പുട്ടിൻ്റെ പൊടി തണിക്കാൻ വെള്ളം തീരെ ചേർക്കണ്ട കേട്ടോ. ഈ പഴുത്ത കപ്പങ്ങയുടെ വെള്ളം മാത്രം മതി. ഈ വറുത്ത പുട്ടുപൊടി ഇതെല്ലാം കൂടി അങ്ങോട്ട് തിരുമ്മി അസലായിട്ട് പുട്ടിന് നനയ്ക്കണ പോലെയാവും. അപ്പോൾ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് തിരുമ്മി കഴിഞ്ഞിട്ട് ഞാനൊരു ചിരട്ട, ഇപ്പൊക്കെ പുട്ടിൻ്റെയും ചിരട്ട കിട്ടുമല്ലോ, കുക്കർ അങ്ങോട്ട് വച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് വെക്കുക. ആ കുക്കറിൻ്റെ അടപ്പിൻ്റെ വെയിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് അടച്ചാൽ വയ്ക്കുക. എന്നിട്ടാണ് പുട്ടിൻ്റെ പൊടി നനയ്ക്കുക. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടാവുക. ഏറ്റവും അടിയിൽ ചില്ല് വെച്ചിട്ട് ആ തേങ്ങ പോലത്തെ ചിരട്ടപ്പൊട്ട് പോലത്തെ അതിൽ തേങ്ങ അങ്ങോട്ട് വിതറുക, പുട്ടിൻ്റെ പൊടി അങ്ങോട്ട് വാരിയിടുക, മേൽഭാഗത്തും പുട്ടിൻ്റെ പൊടി അങ്ങോട്ട് ഇടുക. ഈ കുക്കറിൻ്റെ മേലോട്ട് അപ്പോഴേക്കും വരും. ആ വരുമ്പോൾ വയൻ്റെ മുകളിലേക്ക് ഇതങ്ങോട്ട് വയ്ക്കുക. മിനിറ്റ് വെച്ചിട്ട് എണ്ണീട്ട് 2 മിനിറ്റ്, തിളച്ച വെള്ളത്തിൻ്റെ മുകളിലാണെങ്കിൽ ഏറിയാൽ 2 മിനിറ്റ്. ആ 2 മിനിറ്റ് കൊണ്ട് ഈ പുട്ടിൻ്റെ മുകളിലൂടെ ആവി കയറി അതിനകത്തിരിക്കുന്ന സാധനം എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ എന്താ, അപ്പോഴേക്കും പ്ലേറ്റ് കഴുകി എടുക്കുമ്പോഴത്തേക്കും ബാക്കി കഴിക്കാനുള്ളത് എടുത്തു വയ്ക്കുമ്പോഴത്തേക്കും പുട്ട് റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തിൻ്റെ പേര് കപ്പളങ്ങ കൊണ്ടൊരു മധുരപ്പുട്ട്. എന്താണ്, നാട്ടിൻപുറങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അതിധാരാളമായി കാണുന്ന
കപ്പളങ്ങ, നമുക്ക് കിട്ടുന്ന കപ്പളങ്ങ നമ്മളതുകൊണ്ട് പലതരത്തിലുള്ള കറികളുണ്ട്. തോരൻ വയ്ക്കാറുണ്ട്, കപ്പളങ്ങ പയറും കൂടിയിട്ട് എരിശ്ശേരി വയ്ക്കാറുണ്ട്, മുളകുശ്യം വയ്ക്കാറുണ്ട്, കപ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാൻ വയ്ക്കാറുണ്ട്, കപ്പളങ്ങ പുളിങ്കറി വയ്ക്കാറുണ്ട്, കപ്പളങ്ങ തോരൻ വയ്ക്കാറുണ്ട്. ഇതൊന്നും കൂടാണ്ട് കപ്പളങ്ങ ചിരണ്ടിയിട്ട്, തേങ്ങ ചിരണ്ടാനുള്ള ചിരണ്ടിയിട്ട് തോരൻ വയ്ക്കാറുണ്ട്. ഒരു രസം പറയട്ടെ. രസം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെയൊക്കെ നമ്മുടെ ജീവിതം, നമ്മുടെ വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ജീവിതമാണ് പറയുന്നത്. എൻ്റെ ഭവനത്തിൽ ഒരു 4 കപ്പളങ്ങ മരമുണ്ട്. 4 അതിധാരാളമായിട്ട് കപ്പളങ്ങ ഉണ്ടാവും. ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിൻ്റെ മേലോട്ട് പോയ കൊമ്പ് അതിൻ്റെ ആയ കാലത്ത്, കുട്ടിക്കാലത്ത് കണ്ട് ഒടിഞ്ഞു പോയുണ്ട്. 4 വശത്തേക്കും ശിഖരങ്ങളാണ്. അപ്പോൾ ഒരു കപ്പളങ്ങ മരത്തിന് 4 മരത്തിൻ്റെ ഫലം ചെയ്യും. ഈ കവരകളൊക്കെ വലുതായി കപ്പങ്ങ ഉണ്ടാവുകയല്ലേ. ആ താഴത്ത് നിന്നൊരു ചെറിയ കമ്പോട്ട് കുത്തിയങ്ങിട്ടില്ല. എൻ്റെ അമ്മ ബഹുസമർത്ഥയാണ്. ഞങ്ങളൊക്കെ 5 മക്കളൊക്കെ ചോറ് കൊണ്ടുപോകണം. ദിവസം ഈ കപ്പളങ്ങ വിഭവങ്ങളാണ് മിക്ക ദിവസവും. ചീര, കപ്പളങ്ങ, പയറിൻ്റെ ഇല, മുരിങ്ങ ഇല, എന്തിനു പറയണു, ചേമ്പിൻ്റെ ഇല, ചേനയുടെ ഇല, കാണ പുല്ലും പടലും ഒക്കെ, തഴുതാഴ്മ, തകര, ഇതൊക്കെ തോരൻ വെച്ച് തരാറുണ്ട്. നല്ല സ്വാദ് ഉണ്ടാവാറുണ്ട് കേട്ടോ, കുറ്റം പറയല്ല. അസൽ സ്വാദുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കണ എല്ലാ വസ്തുക്കൾക്കും കയ്യ് ഒന്ന് തൊട്ടാൽ മതി, എന്തെന്നില്ലാത്ത രുചി അനുഭവപ്പെടാറുണ്ട്. ഇപ്പോഴത് തിരിച്ചറിയണേ. അവിടെ ഒമരവും കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വരട്ടെ കാര്യത്തിലേക്ക്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ന് കപ്പളങ്ങ കൊണ്ടൊരു മധുരപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചുറ്റും ബാക്കി കപ്പളങ്ങ പഴുത്തത് മുറിച്ച് വച്ചിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ട് എടുത്തിങ്ങോട്ട് തിന്നുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ കഷ്ണം തിന്നണമെങ്കിലാവാം. അതല്ല എന്നുണ്ടെങ്കിൽ 2 പഴം വച്ചിട്ടുണ്ട്, ആ പഴവും കൂട്ടി തിന്നാം. ഞാനതൊന്ന് കാണിച്ചു തരട്ടെ. കപ്പളങ്ങ കൊണ്ടൊരു മധുരപ്പുട്ട്. കപ്പളങ്ങ കൊണ്ടൊരു മധുരപ്പുട്ട് ഇതാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ, കാണാനുണ്ട്. നടുക്കിരിക്കണു ഒരു ചിരട്ടപ്പുട്ട്. ഞാൻ ഇങ്ങനെ തിരിച്ചു പിടിക്കാം. അപ്പോഴാണ് ഒത്തിരി കൂടി നന്നായി കാണാൻ തോന്നുന്നു. ഇപ്പം നോക്കൂ. അടിയിൽ 2 ചെറിയ 2 പൂവമ്പഴ വെച്ചേക്കണം. ഇവിടെ നിന്നിപ്പോൾ പൂവമ്പഴം ഉണ്ട്. 2 പൂവമ്പഴം വെച്ചു. പുട്ടിൻ്റെ കൂടെ പാളയം കുടമ്പഴമാണ് സാധാരണ സ്വാദ്. നടുക്കിരിക്കണത് ഒരു ചിരട്ടപ്പുട്ട്. അതിന് ചുറ്റും പഴുത്ത കപ്പങ്ങ മുറിച്ച കഷ്ണങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഒന്ന് നിരത്തി വെച്ചു. നിങ്ങളെ ഒന്നുണ്ടാക്കി നോക്കൂ. ആ പുട്ടിൻ്റെ കൂടെ ആ മധുരവും, ഇത്തിരി മധുരവും, ചുക്കും ജീരകം, അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി അങ്ങോട്ട് ചേരുമ്പോഴല്ലോ നല്ല സ്വാദാ. ഒരു വെറൈറ്റി കപ്പളങ്ങ കൊണ്ടൊരു മധുരപ്പുട്ട്. എല്ലാവരും എന്നെ ഓർക്കുമല്ലോ. ഞാൻ കപ്പളങ്ങ കൊണ്ടൊരു മധുരപ്പുട്ട് ഇന്നത്തെ വിഭവം. ഇന്നത്തെ നമ്മുടെ കലയരങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഒരു പാചകമാണ്, വിഭവമാണ് കപ്പളങ്ങ കൊണ്ടൊരു മധുരപ്പുട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും ഈ വിഭവം നിങ്ങൾ രുചിച്ചാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി. അടുത്ത ഞായറാഴ്ച കലയരങ്ങിന് ഞാൻ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനുമായിട്ട് വരാം എന്ന് ആഗ്രഹിക്കുന്നു. ഈ വിഭവം നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. പറ്റുന്നവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. കഴിയുമെങ്കിൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി, മാലതി വാര്യർ. എൻ്റെ ഫോൺ നമ്പർ ശ്രദ്ധിച്ചോളൂ. 9447443634. വളരെ എളുപ്പമല്ലേ എൻ്റെ നമ്പർ? 9447443634. ഓക്കെ, നന്ദി.